സ്തോത്രം എല്ലാവർക്കും ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടാകട്ടെ. നമുക്ക് ഒരു മിനിറ്റ് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നിന്റെ സല്ലായിരിക്കും നമുക്ക് ഉപയ്ക്കായിട്ട് എന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. കർത്താവേ, നീ കൂട്ടിവരുത്ത എല്ലാ മക്കൾക്കായും സ്തോത്രം. എല്ലാവരെയും നീ സഹായിക്കണം കർത്താവേ. എൻ്റെ വചനമായിട്ട് നിൽക്കുമ്പോഴും കർത്താവേ, നീ തന്നെ സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ എല്ലാ കാര്യങ്ങളും ഹിതത്തോടെ നിയന്ത്രിച്ച് നടത്തിയതിനായിട്ട് എല്ലാം നന്ദി കർത്താവേ. പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചിരുന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് കൂടി വരുവാൻ കർത്താവ് ഇടയാക്കി ആയിട്ട് നന്ദി പറയാം. ദൈവത്തിൻ്റെ വചനത്തിൽ ചില കാര്യങ്ങൾ മാത്രം എന്നോട് സംസാരിച്ചത് പറയാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ പറയുമ്പോഴും ദൈവം തന്നെ സംസാരിക്കണം. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം നമുക്കെല്ലാം സുപരിചിതമായതും നമ്മൾ കേട്ടിട്ടുള്ള വാക്യങ്ങൾ തന്നെയാണ്. അതായത് അതിൻ്റെ പശ്ചാത്തലം നമുക്ക് 29 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് മൊത്തം അറിയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ താഴെ പിന്നെ അതിനുശേഷം അത് കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ ഉണ്ടായ സംഭവമാണ്. അതിനുശേഷം പിന്നെ പത്രോസ് സംസാരിക്കുന്ന കാര്യമാണ്. അതായത് 34 മേളോട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഒരു ഏകദേശം നമുക്കെല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ പത്രോസ്, അത് 34 മുതലുള്ളത്, അപ്പോൾ പത്രോസ് വായി തുറന്ന് തുടങ്ങിയത് ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് അയച്ച വചനം. യോഹന്നാൻ പ്രസംഗിച്ച സ്നാനത്തിൻ്റെ ശേഷം ഗലീലയിൽ തുടങ്ങി യഹൂദയിലൊക്കെയും ഉണ്ടായ വർത്തമാനം. അതിന് ശേഷം താഴെ ഇരിക്കുന്നു, നസറേയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്ത് ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തു പിശാചി ബാധിച്ചവരെ ഒക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. പത്രോസ് പറയുകയാണ്, നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ അല്ലെങ്കിൽ അവിടെ അറിയുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ്. അതിനുശേഷം എഴുതിയിരിക്കുന്നു, യഹൂദദേശത്തിലും യെരുശലേമിലും അവൻ ചെയ്ത സകലത്തിനും ഞങ്ങൾ സാക്ഷികളാകുന്നു. അവനെ അവർ മരത്തിന്മേൽ തൂക്കിക്കൊന്നു. ദൈവം അവനെ 3-ാം നാൾ ഉയർത്തെഴുന്നേൽപ്പിച്ചു. സകല ജനത്തിന്മേലുമല്ല, ദൈവം മുൻകൂട്ടി നിയമിച്ച സാക്ഷികളായി അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം അവനോടുകൂടെ തിന്നുകുടിച്ചവരായ ഞങ്ങൾക്ക് തന്നെ പ്രത്യക്ഷനാക്കി തന്നു. ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിധിയായി ദൈവത്താൽ നിയമിക്കപ്പെട്ടവർ അവർ തന്നെ എന്ന് ജനത്തോട് പ്രസംഗിച്ചു സാക്ഷീകരിക്കുവാൻ അവൻ ഞങ്ങളോട് കൽപ്പിച്ചു. അവനിൽ വിശ്വസിക്കുന്ന ഏവനും അവൻ്റെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. തീർച്ചയായിട്ടും ഇത് അവിടെ കൂടിയിരുന്ന എല്ലാവരോടും കൂടെയാണ് പത്രോസ് ഈ കാര്യം പറയുന്നത്. കാരണം നമുക്കറിയാം, പത്രോസ് പറഞ്ഞത് ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവരെ അവൻ അംഗീകരിക്കുന്നുവെന്നും ഞാൻ ഇപ്പോൾ യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അതായത് വലിയൊരു കാര്യമാണ് പറഞ്ഞത്. കാരണം അവിടെ കൂടിയിരുന്ന ആൾക്കാരെല്ലാം വളരെ അല്ലെങ്കിൽ വ്യത്യസ്തമായ പല ജാതികളിലും പല രീതിയിലുമുള്ളവരായിരുന്നു, പല ഗോത്രങ്ങളിലും പല ആൾക്കാരായിരുന്നു അവിടെ കൂടിയിരുന്നത്. അപ്പോഴാണ് കർത്താവിനെ കുറിച്ച് പത്രോസ് പറഞ്ഞ ഒരു കാര്യം. കാരണം പത്രോസിനറിയാം പത്രോസ് എവിടെ നിന്നാണ് കർത്താവ് പിടിച്ചതെന്നും എങ്ങനെയാണ് വന്നതെന്നുള്ളതിനെപ്പറ്റി പത്രോസിന് വ്യക്തമായ ധാരണയും കർത്താവിൽ നിന്ന് പ്രാപിച്ച പത്രോസാണ്. പത്രോസിന് തീർച്ചയായിട്ടും ആ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഒരു ധാരണയുള്ളതുകൊണ്ട് പത്രോസ് ധൈര്യമായിട്ട് നിന്നുകൊണ്ട് പറയുകയാണ്. അതിനുശേഷം ഇരിക്കുന്നു, അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽമാർക്ക് അയച്ച വചനം. അതിന് ഏറ്റവും വളരെ കഥലായിട്ട് അതിനകത്ത് പറയുന്ന ഒരു കാര്യം, നസറേയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്ത് ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തു പിശാചി ബാധിച്ചവരെയും സൗഖ്യമാക്കിയവരെയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. അതെ, ദൈവം പൂർണ്ണമായിട്ടും ആ കർത്താവിനെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അവർ വിശദമാക്കിയിട്ട് പറയുകയാണ്. അതിന് ശേഷമാണ് അവർ അവസാനം എഴുതിയിരിക്കുന്ന ഒരു വാക്കിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന, അവനിൽ വിശ്വസിക്കുന്ന ഏവനും തന്മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. ഈ വാക്കുകളെ പത്രോസ് പ്രസ്താവിക്കുമ്പോൾ തന്നെ വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. അപ്പോൾ നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. പത്രോസ് എഴുതിയ, അതായത് 1 പത്രോസ്
1-ൻ്റെ ചില വാക്യങ്ങളൂടെ ഞാൻ വായിക്കാം. ഞാനിത് കൂട്ടി വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണെന്നുള്ളത് മനസ്സിലാകും. അതിനകത്ത് 13 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കാമോ? ണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനും ഒത്തവണ്ണം അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുവിൻ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കുവിൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കുവിൻ. വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. ഒരു വാക്യം കൂടെ. അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. ഓക്കെ, ഞാനിത് വായിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് വായിച്ചതിന് ശേഷം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കർത്താവ് പത്രോസ് അത് പറഞ്ഞതിന് ശേഷം ഞാനിത് എൻ്റെ ഹൃദയത്തിലൂടെ പോയൊരു കാര്യം, നമ്മൾ ഈ കാര്യം ഒക്കെ കേട്ട് നമ്മൾ വിശ്വാസത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നു, നമ്മൾ വിശ്വാസത്തിലായിരിക്കുന്നു. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൽ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മളറിയാം, നമ്മൾ പലവിധ പശ്ചാത്തലത്തിൽ നിന്ന് വന്നവരാണ്. എല്ലാവരും വ്യത്യസ്തമായ സ്വഭാവത്തിൽ നിന്നും വ്യത്യസ്തമായ ആചാരങ്ങളിൽ നിന്നും വന്നവർ മാത്രമാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നവർ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ആ കാര്യങ്ങൾ കേട്ട് പത്രോസ് പറഞ്ഞ പോലെ തന്നെ അവനെക്കുറിച്ച് നമ്മൾ അറിഞ്ഞ് ആ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എങ്ങനെ ആയിരിക്കണമെന്നുള്ളത് വീണ്ടും ഇവിടെ പത്രോസ് നമ്മളെ ഉറപ്പിക്കുന്നതും ഉപദേശിക്കുന്ന ഒരു കാര്യമാണ്. അത് തന്നെ വളരെ അത് നമ്മളിതിനു മുമ്പ് പലപ്പോഴും കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആയിട്ട് ഞാനും പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴൊക്കെയും കർത്താവിനെ ബലപ്പെടുത്തുന്നു. പക്ഷേ ചില കാര്യങ്ങൾ ഇവിടെ കടന്നു പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് പാനിക്കായി പോകുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായി. കാരണം പല കാര്യങ്ങൾ കേൾക്കുമ്പോഴും പ്രത്യേകിച്ച് ജോലിയോടുള്ള വിഷയങ്ങളൊക്കെ പലതും ഓരോ ദിവസം ഓരോ ന്യൂസുകൾ ഇങ്ങനെ വരുമ്പം നമുക്കറിയാം കർത്താവ് നമ്മളെ നടത്തും. കർത്താവ് അറിയാതെ അല്ലെങ്കിൽ കർത്താവ് പറയാതെ നമ്മളെ ഒന്നും, അല്ലെങ്കിൽ നമ്മുടെ തലയിലൊരു രോമം പോലും പൊഴിഞ്ഞു പോകത്തില്ല. കാരണം അത് കർത്താവ് ഭദ്രമായിട്ട് അറിയുന്നു, എങ്ങനെയാണ് എപ്പോഴായിരിക്കണം അതെല്ലാം കർത്താവ് അറിയുന്നു. പക്ഷേ നമ്മൾ സാഹചര്യങ്ങൾ പലപ്പോഴും 4 സൈഡിൽ നിന്ന് നമ്മളെ മുറുക്കുമ്പോൾ, അല്ലെങ്കിൽ 4 സൈഡിൽ നിന്ന് നമുക്കുള്ള ആ ഒരു പ്രഷർ കൂടിക്കഴിയുമ്പോൾ പലപ്പോഴും നമ്മുടെ ആ വിശ്വാസം തന്നെ പലപ്പോഴും മരവിച്ചു പോകുന്നൊരവസ്ഥ. കാരണം നമുക്ക് പിന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന്, ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ എൻ്റെ ജീവിതത്തിൽ പല കാര്യങ്ങളിലൂടെ കടന്നു പോയപ്പോഴും ഞാനിങ്ങനെ പെട്ടെന്ന് ചിന്തിച്ച്, ഞാൻ ഇന്നലെ ജോലിയുള്ള ബന്ധത്തിലായിരുന്നപ്പോൾ എന്നെ വിളിക്കേണ്ട കാര്യമില്ല, പക്ഷേ നമ്മുടെ മാനേജർ, അതായത് സൂപ്പർവൈസറിൻ്റെ മേൽ മാനേജർ, സൂപ്പർവൈസർ ഇല്ലാത്തതുകൊണ്ട് ചില കാര്യങ്ങൾക്ക് അദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, നമ്മളിപ്പോൾ ഇവിടെ ഈ ടീമിൽ എത്ര പേരുണ്ട്? ഇത്ര പേരുണ്ട്. ഓക്കെ ബിജു, ഇത്രയും പേര് നമുക്ക് ആവശ്യമില്ല. ഓ ശരി, ഓക്കെ. അപ്പം ഞാൻ ചോദിച്ചു, ജോലി ആര് ചെയ്യും? അത് തമിഴാണ് ആൾ. അപ്പം പറഞ്ഞു അത് നമുക്ക് തിരിയാതെ. ഓക്കെ, അപ്പോൾ എന്തോ ഇവരോട് പറയുക, നമ്മൾ എന്ത് ആൻസർ പറയണം, എന്താ ചെയ്യുക, എന്തോ പറയുക? പറഞ്ഞു ഇതൊന്നും പറ്റത്തില്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പം പുള്ളി പിന്നെ വിടുന്നില്ല. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു പോവാണ്. പറഞ്ഞു പോകാൻ്റെ അർത്ഥം ആളെ കുറയ്ക്കണം, അതാണ് അവരുടെ മെയിൻ പോളിസി. അപ്പം ഇത് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. ഇപ്പോൾ അത് ഡയറക്റ്റ് നമ്മളിലോട്ട് എഫക്റ്റ് ചെയ്തത് ഇന്നലെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഞാനിത് വന്നിട്ട് നമ്മുടെ കൂടെയുള്ള ആൾക്കാരോട് ഇത് പറയണം എന്ന് പറഞ്ഞിട്ടാണ് എന്നെ വിടുന്നത്. എന്നോട് പറഞ്ഞു, ബിജു ഞാനൊരു 2 ദിവസം കഴിഞ്ഞ് നമുക്ക് സൺഡേ അല്ലെ മൺഡേ ഒരു മീറ്റിംഗ് വെക്കണം. ഓക്കെ, അപ്പം അതിന് മുൻപേ നീ ഈ കാര്യം ഇവരോടെല്ലാം പറയണം. ഞാൻ പറഞ്ഞു ശരി പറയാം. അപ്പം ഞാനിത് വന്നിട്ട് നമ്മുടെ ആൾക്കാരെയൊക്കെ ഒന്ന് കൂട്ടി ഇങ്ങനെ പറഞ്ഞപ്പം എല്ലാവരും നേരെ തിരിഞ്ഞു. അവർ പറഞ്ഞു നടക്കുന്ന കാര്യമല്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, പല പ്രശ്നങ്ങളായി. അവർ വളരെ ഇതൊരു നമ്മുടെ കയ്യിൽ നിന്നിട്ട് പറയുന്ന രീതിയിൽ അവൾ വളരെ തട്ടിക്കറി. അപ്പോഴത്തേക്കും ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഡൗൺ ആയിപ്പോയി. അപ്പം ഞാൻ ചിന്തിച്ച്, ഇദ്ദേഹത്തിന് ഇതുമല്ലോ നമ്മളോട് പറയേണ്ട കാര്യമുണ്ടോ? ഇത് പുള്ളിക്ക് നേരിട്ട് വന്നിറങ്ങി പറഞ്ഞാൽ പോരെ. അല്ല, ഞാനിത് പറഞ്ഞതിൻ്റെ കാര്യം, നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ, അല്ലെങ്കിൽ അപ്പം ഞാൻ അതിനുശേഷം ഞാൻ തിരിച്ച് പിന്നെ ആ ട്രാക്കിൽ തന്നെ തിരിച്ചു വന്നു. കാരണം എനിക്ക് മനസ്സിലായി ദൈവമാണ് നമ്മളെ നടത്തുന്നത്, നമ്മൾ പിന്നെ എന്തിനാണ് ഭാരപ്പെടുന്നത്, നമ്മളെന്തിനാണ് പ്രയാസപ്പെടുന്നത്. ഞാൻ തിരിച്ച് റൂമിൽ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഞാൻ പിന്നെ അപ്പോൾ അവിടുന്ന് പോരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടാവുന്ന, ഞാൻ ഇന്നാളെ വിളിച്ച് പറയണം, ഇന്നാളെ വിളിച്ച് ഇങ്ങനെ സംസാരിക്കണം, അവരൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണം, ഒത്തിരി കാര്യങ്ങളൊക്കെ ചിന്തിച്ചിട്ടാണ് ഞാൻ അവിടുന്ന് സത്യം പറഞ്ഞാൽ സൈറ്റിൽ നിന്ന് പോരുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പം ദൈവത്തിൻ്റെ ആത്മാവിനോട് സംസാരിച്ചു.
നീ ഇതൊന്നും പറയേണ്ട കാര്യം നിനക്കില്ല. നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി. നിൻ്റെ കാര്യം നീ ദൈവത്തിൽ ഏൽപ്പിച്ചിട്ട് സൈലൻ്റ് ആയിട്ടിരിക്കുക. കാരണം നിന്നെ ആഗ്രഹിക്കുന്നത് ദൈവമാണ് ഇവിടെ. അപ്പോൾ ഇവിടുന്ന് എപ്പോൾ റിലീവ് ചെയ്യണം, എത്ര നാൾ നിർത്തണം എന്നുള്ളത് കർത്താവാണ് തീരുമാനിക്കും. മറ്റുള്ള കാര്യത്തിനകത്ത് നീ അവരെ എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ നീ അതിൽ നിന്ന് അവരെ മനസ്സിലാക്കി കൊടുക്കുക, ഇതൊന്നും നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളല്ല. നീ ഇൻഫോം ചെയ്തു, അവരത് റിജക്റ്റ് ചെയ്തു, നീ വിട്ട് കളയുക. അപ്പോൾ ഞാൻ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരെ അങ്ങ് ആ കർത്താവിൻ്റെ സന്നിധിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തന്നെ അങ്ങ് താഴ്ത്തി. ശരിയാണ്. അപ്പോൾ ഞാൻ എൻ്റെ വിശ്വാസം ഇവിടെ പോയി. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഞാൻ പലപ്പോഴും എല്ലാവരും എന്നോട് പറയുമ്പോൾ ഞാൻ പറയും, ദൈവം അറിയാതെ അല്ല. ഞാൻ എല്ലാവരോടും പറയുന്ന ഒറ്റ കാര്യമോ, ദൈവം നമ്മുടെ ഖത്തറിൽ എത്ര നാൾ ഇവിടെ നിൽക്കണമെന്ന് ദൈവമാണ് തീരുമാനിച്ചിരിക്കുന്നത്. അത്രയും നാൾ നമ്മളിവിടെ നിൽക്കും. ഇതൊക്കെ പറയുന്ന ഞാനാണ്. ആരെന്നോട് എന്ത് പറഞ്ഞാലും അപ്പോഴേ ഞാൻ പറയുന്ന ഒറ്റ കാര്യം ഇതാ. നമ്മുടെ കൂടെ ഉള്ളവരെല്ലാം നമ്മളോട് ചോദിക്കും, ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവനെ എന്ത് ചെയ്യാനാ, ദൈവം നിർത്തിയിടത്തോളം നിൽക്കും. ഞാനങ്ങനെ ആ ഒരു വളരെ കോമൺ ആയിട്ടാണ് പറഞ്ഞു പോകുന്നത് എല്ലാവരോടും. പക്ഷേ അത് ഡയറക്റ്റ് എന്നിലേക്ക് എഫക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ സകല ഗ്യാസും പോയി, എല്ലാം പോയി. അപ്പോൾ പിന്നെ നമ്മുടെ കൺട്രോൾ പോയി. നമുക്ക് എന്തോ പറയേണ്ടതെന്ന് അറിയത്തില്ല, ഒന്നും അറിയത്തില്ലാത്ത അവസ്ഥ. അപ്പം ദൈവം അതിന് ശേഷമാണ് ഞാനിങ്ങനെ വചനം വായിച്ചു. ഇന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കണം, വചനം സംസാരിക്കണം. അപ്പം നമ്മളിങ്ങനെ പതറിപ്പോയി കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നിട്ട് എന്ത് പറയും? ആൾക്കാരെ നമ്മൾ എന്ത് പറഞ്ഞിട്ട് ബലപ്പെടുത്തും? അപ്പം ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പറയുമ്പം എളുപ്പമാണ്. നമ്മൾ വചനമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നു എന്ന് പറയുമ്പം കേൾക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കേട്ടാൽ മതി. പക്ഷേ നമ്മളിവിടെ ഒന്ന് പറയുമ്പോൾ നമ്മൾ എത്രമാത്രം വില കൊടുക്കണം ഇതിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്നുള്ളത്. കാരണം ഈ പറയുന്നതിനകത്ത് ഒന്ന് കൂടിപ്പോയാലും കുറഞ്ഞു പോയാലും അതിൻ്റെ ഉത്തരവാദിത്വം ഈ നിൽക്കുന്ന ആളിനാണ്, അല്ലെങ്കിൽ ആര് പറയുന്നു അവർക്കാണ്. അപ്പം തീർച്ചയായിട്ടും ഈ ദൈവത്തിൻ്റെ വചനം നമുക്കറിയാം. ഞാൻ ആകുമരിയായിട്ട് ആദ്യം ഞാൻ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. കാരണം നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനാണ്, എത്ര കരുതുന്നവനാണ്, അല്ലേ? നമ്മൾ ഇതിനൊന്നും യോഗ്യരായിരുന്നില്ല. നമ്മൾ ദൈവത്തിൻ്റെ വചനം കേട്ടു, അവൻ അനേകരെ സൗഖ്യമാക്കി, പാവികളെ അവൻ വിടുവിക്കുന്നു. അവൻ ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. കാൽവറിയിൽ നമ്മളെ അവൻ ആ ക്രൂശോടുകൂടി നമ്മളെ വീണ്ടെടുത്തു. അവൻ രക്തം തന്ന് നമ്മളെ വിലക്കെടുത്തു. ഇതെല്ലാം നമ്മൾ കേട്ട് അനുസരിച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവം നമ്മളെ തീർച്ചയായിട്ടും നിർത്തിയിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എത്രമാത്രം അതിന് വില കൊടുക്കണം, എത്രമാത്രം നമ്മൾ ആ കർത്താവിൻ്റെ സന്നിധിയിൽ താഴണം. അത് വളരെ ചിന്തിപ്പിച്ചത് ആ ചൊവ്വാഴ്ച സഹോദരൻ പറഞ്ഞ ചില കാര്യങ്ങൾ ആണ്. ഞാൻ എൻ്റെ പേര് സംസാരിച്ചു, നമ്മളത് കേട്ടു. അതെ, നിങ്ങൾ ഒഴി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ സഹോദരൻ അതിൻ്റെ ഇടയ്ക്ക് സംസാരിച്ച ഒരു കാര്യമായിരുന്നു. നമ്മളോട് ഈ കേൾക്കുന്ന വചനങ്ങളൊക്കെയും എത്രമാത്രം നമ്മുടെ ഹൃദയത്തിൽ അത് സംഹരിച്ച് വെച്ചിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പം ഈ ലോകത്തിലുള്ള പല സാഹചര്യങ്ങളിലാണ് നമ്മൾ കടന്നു പോകുന്നത്. അവിടെയൊക്കെയും യഥാർത്ഥമായിട്ടും നമ്മൾ ആ കർത്താവിൻ്റെ സന്നിധിയിൽ എപ്പോഴും, അതുകൊണ്ടാണ് കർത്താവിന് അത്രമാത്രം അറിയാവുന്നതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുവിൻ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കല്ലുകേറ് ദൂരം പോയിരുന്ന് കർത്താവ് പിതാവുമായിട്ട് ആ ഒരു കൂട്ടായ്മയിൽ ആകുകയാണ്. നമ്മൾ ഇതിനു മുമ്പും കേട്ടതാണ്. അപ്പം അവർ തിരിച്ചു വരുമ്പോൾ ഇരുന്ന് ഉറങ്ങുകയാണ്. അപ്പം ആ അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കി. ഇന്നും നമ്മളോടും കർത്താവ് പറയുന്ന ഒരു കാര്യം, വചനമൊക്കെ കേൾക്കുമ്പോഴും നമ്മൾ എത്രമാത്രം ഇതിന് ചെവി കൊടുക്കാതെ അലക്ഷ്യമായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ അതെല്ലാം തെളിവാക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ച്, നമ്മളന്ന് ചൊവ്വാഴ്ച കൂടിയപ്പോൾ എനിക്ക് വളരെ നിരാശയായിരുന്നു. ഞാനും ഈ പറഞ്ഞ ഇതിലൂടെ കടന്നു പോയെങ്കിലും എന്നിൽ നിരാശ വന്നു. കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞാൻ പലപ്പോഴും ജസ്റ്റ് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ റൂമിൽ ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ അതിൽ ഉറങ്ങുവാണെങ്കിൽ ഞാനങ്ങ് പ്രാർത്ഥിക്കും, അല്ലെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പം സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് പ്രാർത്ഥിക്കാമെന്ന് പറയുമ്പോഴും എൻ്റെ മുമ്പിൽ ആ സാഹചര്യം വരുമ്പോൾ എനിക്കത് പ്രാർത്ഥിക്കാൻ കഴിയണം. അതാണ് ഞാൻ ഒത്തിരി ചിന്തിച്ചത്. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലിരിക്കുമ്പോൾ വചനം കേൾക്കുന്നു, നമ്മൾ ദൂരം വചനമാണ് കേൾക്കുന്നത്, ഒത്തിരി വചനം നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത് നമ്മളെ ഹൃദയത്തെ കഠിനപ്പെടുത്തുവാണോ അതോ മാനസാന്തരത്തിലേക്ക് നമ്മളെ നയിക്കുവാണോ ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം ഞാനിത് പറയാൻ കാരണം അതിൻ്റെ 12 മുഖപക്ഷം കൂടാതെ ഓരോരുത്തൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പീൻ. അപ്പോൾ നമ്മൾ എത്ര മാത്രം ഭയത്തോടെ കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് പേടിച്ച് നമ്മൾ വളരെ ഇതായിട്ടിരിക്കാൻ വേണ്ടിയല്ല കർത്താവ് പറയുന്നത്. കർത്താവ് പറയുന്നത് നമ്മൾ ആ കർത്താവ് നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ വിടുവിച്ച കാര്യങ്ങൾ ഓർക്കുമ്പോൾ എത്രമാത്രം നമ്മൾ ജാഗരൂകരായിരിക്കണം എന്നുള്ളതാണ്. വ്യർത്ഥവും പിതൃപാരമ്പര്യമുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കളെ കൊണ്ടല്ല. തീർച്ചയായിട്ടും നമ്മളറിയാവുന്ന കാര്യമാണ്, നമ്മൾ അനുഭവിച്ചവരാണ്.
വീണ്ടും കർത്താവ് നമ്മളെ ഓർപ്പിക്കുന്നത് വ്യക്തിയും പ്രതിപാരമ്പര്യവുമായ നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന് വെള്ളി മുതലായവ അഴിഞ്ഞു പോകുന്നവയെ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിൻ്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ. അതെ, അതെത്രമാത്രം ആ ആ ഒരു കാര്യം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ ഒരു കുഞ്ഞാടിനെ പറ്റി നമുക്കറിയാം. ഊനമില്ലാത്ത ഒരു കുഞ്ഞാടിനെ പഴയ നിയമകാലത്ത് നമ്മൾ നോക്കുമ്പം യാഗം കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഊനമില്ലാത്ത ഒരു കുഞ്ഞാടിനെയാണ് അവിടെ കൊണ്ടുപോയി യാഗം കഴിക്കുന്നത്, പാപപരിഹാരത്തിന് വേണ്ടി. എന്ന് പറഞ്ഞ പോലെ നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ആ വിലയേറിയ രക്തം കൊണ്ട് നമ്മളെ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അതിന് എഴുതിയിരിക്കുന്നു, അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ മുന്നറിയപ്പെട്ടവനും അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾ നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനും ആകുന്നു. അതെ, അതിനുശേഷം എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ വിശ്വാസവും പ്രത്യാശയും ദൈവത്തിൽ വെച്ച് കൊള്ളേണ്ടതിന് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽപ്പിച്ചു, അവന് തേജസ്സ് കൊടുത്തിരിക്കുന്നു. എന്നാൽ സത്യം അനുസരിക്കുകയാൽ നിങ്ങളുടെ ആത്മാക്കളെ നിർവ്യാജമായ സഹോദരപ്രീതിക്കായി നിർമ്മലീകരിച്ചുകൊണ്ട് ഹൃദയപൂർവ്വം അന്യോന്യം ഉറ്റു സ്നേഹിപ്പീൻ. അതെ, നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളെ തന്നെ താഴ്ത്തുക. അതിനുശേഷം ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത്, അത് നമുക്ക് സുപരിചിതമായ വാക്യങ്ങൾ തന്നെയാണ്. 1 തെസ്സലോനിക്കർ 5 ചില വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. അതിൻ്റെ 4 മുതൽ. ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിൻ്റെ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരുമായിരിക്കുക. ഉറങ്ങുന്നവർ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കുവാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ള വാക്യങ്ങൾ തന്നെയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന വാക്യങ്ങൾ തന്നെയാണ്. ഇന്ന് കർത്താവ് നമ്മളോട് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അതെ, നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കാനത്രേ നിയമിച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയവർദ്ധനം വരുത്തിപ്പോരുവിൻ. അതെ, ഇതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതല്ല ഞാനീ പറഞ്ഞതിൻ്റെ കാരണം ദൈവം നമ്മൾ ഇതെല്ലാം ചെയ്യുന്നു എങ്കിലും നമ്മുടെ പിന്നെ അതിനകത്ത് എഴുതിയിരിക്കുന്ന മേളിൽ, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമുള്ളവരായിരിക്കുക. അതെ, നമ്മൾ എപ്പോഴും അതിൻ്റെ മേളിൽ ഒക്കെ എഴുതിയിരിക്കുന്ന ഓരോ വാക്യവും അതിൻ്റെ 5 ഇങ്ങോട്ട് എഴുതിയിരിക്കുന്നു, സഹോദരന്മാരെ, കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിക്കുവാൻ ആവശ്യമില്ല. അതിന് താഴെ എഴുതിയിരിക്കുന്നു, കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അതെ, നമ്മുടെ കർത്താവ് വരുന്ന ഒരു ദിവസമുണ്ട്, അല്ലെങ്കിൽ അത് കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവൻ സമാധാനമെന്നും നിർഭയമെന്ന് പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവതല്ല. പക്ഷേ താഴോട്ട് എഴുതിയിരിക്കുന്നു, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കുവാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ലല്ലോ. അതെ, നമ്മൾ കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നമ്മൾ ആ ഇരുട്ടിലാകാൻ, അല്ലെങ്കിൽ ഇരുട്ടിരിപ്പാൻ കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഈ വചനമൊക്കെ കേൾക്കുമ്പോഴും നമ്മുടെ ആ വെളിച്ചത്തിൽ തന്നെ വസിപ്പാൻ, നമ്മൾ ആയിരിക്കുന്നിടത്ത് നമ്മളൊരു വെളിച്ചമായിരിക്കാൻ, അതെ, നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്കൊരു വെളിച്ചമായിരിക്കാൻ, നമ്മുടെ വാക്കുകൊണ്ടായിരിക്കാം, നമ്മുടെ പ്രവൃത്തി കൊണ്ടായിരിക്കാം, അവരുടെ ആ ഓരോ വിഷമകാര്യങ്ങൾ പറയുമ്പോഴും നമുക്ക് അവരോട് പറയാൻ കഴിയണം, ഇല്ല, നമുക്കൊരു കർത്താവുണ്ടെന്നും ആ കർത്താവ് നമ്മളെ എങ്ങനെയാണ് നടത്തുന്നതെന്നും നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇത് പറയുമ്പോഴായിരുന്നു പങ്കജ് ഇവിടെ വന്നിട്ട് പോയി. അതിനുശേഷം പിന്നെ അവനെ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് 41 എന്ന് പറയുന്ന ഒരു വെയർഹൗസിലേക്ക് അവിടെ ഒരാളെ ടെർമിനേറ്റ് ചെയ്തുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം അവനങ്ങനെ മാറി നിന്നിട്ടില്ല, അവരുടെ ആൾക്കാരുടെ കൂടെ നിന്നേ, അവർ ഇന്ത്യക്കാരായതുകൊണ്ട്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അന്നത്തെ രാത്രിയിൽ
അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ഒരു രാത്രി 1 മണിയായപ്പം അവനെ ആരോ പിടിച്ചു നിർത്തിയിരിക്കുന്നു, അവന് എണീക്കാൻ കഴിയുന്നില്ല. അവൻ പറഞ്ഞു ബെഡേ കിടന്ന് മൽപ്പിടുത്തം പിടുത്തി. അപ്പോൾ അവൻ ഭയങ്കരമായിട്ട് പേടിച്ച് ഭയങ്കരമായിട്ട് ഭയന്ന് പോയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. അവൻ പറഞ്ഞു എന്നാണെന്നറിയത്തില്ല, 8-10 കൊല്ലം മുമ്പ് അവനെ ഇങ്ങനെ ഒരു ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെയും ആ റൂമിൽ ഇപ്പോൾ ആരുമില്ല, അവൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പം ഇന്നലെ ഒക്കെ ആയിട്ട് അദ്ദേഹത്തിന് ശരിക്കും ഭയമുണ്ട് ഉള്ളിൽ. കാരണം പറയുമ്പം വലിയ കാര്യമൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞിങ്ങനെ സാത്താനാണ് അത് നിന്നെ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അവന് ചിരിക്കുക. ഇത് പറയുമ്പോഴും പകലൊക്കെ ആകുമ്പോൾ ആൾ ഹാപ്പിയാണ്, പക്ഷേ അവിടോട്ട് പോകുന്ന പുള്ളിക്ക് ഭയങ്കര പേടിയും പ്രയാസമാണ്. അപ്പം ഞാനിത് പറഞ്ഞത് അല്ലെങ്കിൽ സാധാന്യമായ ഒരു കാര്യം അവിടെ ഞാൻ അത് മനസ്സിലാക്കിയത്, അവനിവിടെ വന്ന് ദൈവത്തിൻ്റെ വചനമൊക്കെ കേട്ടു. തീർച്ചയായിട്ടും അവൻ്റെ ഹൃദയത്തോട് ആ പരിശുദ്ധാത്മാവ് അവനെ ചില കാര്യങ്ങളൊക്കെയെങ്കിലും ബോധിപ്പിച്ചിട്ടുണ്ടാകും, അവൻ്റെ ഹൃദയത്തോട് സംസാരിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ അത് കേട്ടപ്പോൾ വിശ്വസിച്ചു. കാരണം സാധാരണ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല നമ്മൾ ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലോട്ട് വരാൻ, ഒരിക്കലും സാധാരണ ആഗ്രഹിക്കുന്നില്ല. കാരണം അവനെപ്പോഴും ചിന്തിക്കുന്നത് അവൻ്റെ ആ പടയണിയിൽ ആളെ വർദ്ധിപ്പിക്കുക, ദൈവത്തിൻ്റെ സഭയുടെ പ്രവർത്തനം എങ്ങനെയും നശിപ്പിക്കുക എന്നുള്ള ഒരു കാര്യം, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ഞാനിത് പറഞ്ഞു വന്നതിൻ്റെ ഒരു കാര്യം അത് കേട്ടപ്പോഴാണ് ശരിക്കും ഇത് തന്നെ ടച്ച് ചെയ്ത ഒരു കാര്യം. കാരണം നമ്മൾ ഇരുട്ടിനുള്ളവരല്ല എന്നുള്ള കാര്യം. കാരണം നമ്മളും അങ്ങനെ ആയിരുന്ന ഒരു സമയമുണ്ടായിരുന്നു, ഇരുട്ടിൽ ആയിരുന്ന, അല്ലെങ്കിൽ ഈ ലോകം നമ്മളെ മുമ്പോട്ട് നയിച്ച ഒരു സമയമുണ്ടായിരുന്നു. ആ സമയത്ത് അവിടുന്നാണ് ദൈവം നമ്മളെ ആ പകലിൻ്റെ അല്ലെങ്കിൽ ആ വെളിച്ചത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മളെത്ര സമാധാനത്തോടെ ആയിരിക്കണം, അല്ലെങ്കിൽ എത്ര സന്തോഷത്തോടെ ആയിരിക്കണം. കാരണം അതിനെല്ലാം നമ്മളെ വിടുവിച്ച് ആ കർത്താവിൻ്റെ രക്തം കൊണ്ട് നമ്മളെ വിലയ്ക്ക് വാങ്ങി ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ സഭയുടെ ഭാഗമായിട്ട് നമ്മളെ നിർത്തിയിരിക്കുന്ന ആ കർത്താവ് എത്ര സ്നേഹമുള്ളവനാണെന്ന് ഞാൻ മനസ്സിലാക്കുകയായിരുന്നു. അവനത് പറഞ്ഞപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു പ്രാർത്ഥിക്കാം, ദൈവം നിന്നെ സഹായിക്കും. ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു. അവൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഇന്ന് 2 ദിവസമായിട്ട് ഉറങ്ങുന്നുണ്ട്. അവന് ഇന്ന് വരാൻ കഴിയാത്ത, അവന് ചെറിയ വയറ്റിൽ ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇന്നലെ രാത്രി ഉറങ്ങിയില്ല, ഇന്ന് ഉറങ്ങണമെന്ന് പറഞ്ഞു. ഓക്കെ. അപ്പം ഞാനിത് പറഞ്ഞ കാര്യം, ആകയാൽ ഉറങ്ങുന്നവൻ രാത്രിയിൽ ഉറങ്ങുന്നു, മദ്യപിക്കുന്നവൻ രാത്രിയിൽ മദ്യപിക്കുന്നു. നാമോ പകലിനുള്ളവരാകിയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. ദൈവം നമ്മെ കോപത്തിനല്ല, നാം ഉറങ്ങിയാലും തന്നോട് കൂടെ ജീവിക്കേണ്ടതിന് നമുക്ക് വേണ്ടി മരിച്ച് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം രക്ഷയെ പ്രാപിക്കുവാൻ അത്രേ നിയമിച്ചിരിക്കുന്നത്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളായിരിക്കുന്നു. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്ന പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീയവർദ്ധന വരുത്തിയും പോരുവീൻ. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവം തന്ന വചനത്തിനായിട്ട് എന്നെ ഇത് വളരെ ബലപ്പെടുത്തുകയും കാരണം മുമ്പോട്ട് നടത്തുകയും ചെയ്യുന്നു. ഞാൻ നന്ദി പറയുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഓരോ ദിവസവും ദൈവമാണ് നടത്തുന്നത്. ഓരോ ദിവസവും ജോലി അല്ലെങ്കിൽ കാര്യങ്ങൾ മുമ്പോട്ട് എങ്ങനെ പോകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് നടത്തുന്നു. അതിനപ്പുറത്തോട്ട് ഒന്നും പറയാൻ അല്ലെങ്കിൽ എൻ്റെ ബുദ്ധിയോ ഞാൻ വിചാരിക്കും ഇവിടെ ഇരിക്കുന്ന നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളെ കർത്താവാണ് നടത്തുന്നത്. പക്ഷേ ആ കർത്താവ് നടത്തുമ്പോൾ എത്രമാത്രം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ കടന്നു വരുമ്പോൾ എത്രമാത്രം ആ കർത്താവിനെ സ്തുതിക്കണം. നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഞാൻ ആരെയും വീണ്ടും ഇതെടുത്ത് പറയാൻ കാരണം എന്നെ വളരെ അത് ടച്ച് ചെയ്ത ഒരു കാര്യമായിരുന്നു. കാരണം നമ്മൾ വളരെ അധികം മറ്റുള്ളവർ കേൾക്കുന്നതിന് അപ്പുറത്തായിട്ട് ദൈവത്തിൻ്റെ വചനം ആഴത്തിൽ നിന്ന് കേൾക്കുന്നവരാണ്. പരിശുദ്ധാത്മാവ് ഇപ്പോൾ ചെയ്യുന്ന പ്രവൃത്തി ഓരോരുത്തരും നമ്മൾ കണ്ടും രുചിച്ചും അറിയുന്നവരാണ്. എപ്പോഴും നമ്മൾ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പറയുമ്പോൾ എല്ലാവരും സൈലൻ്റ് ആകുന്ന ഒരവസ്ഥ. അപ്പോൾ അങ്ങനെ നമ്മളിൽ ഉണ്ടാവരുത്. നമ്മളെ ദൈവം വിളിച്ചിരിക്കുന്നത് ദൈവത്തിന് ചില പ്രവൃത്തിയുണ്ട്. നമ്മളായിരിക്കുന്നിടത്ത് അല്ലെങ്കിൽ നമ്മളെ ആക്കിയിരിക്കുന്നിടത്ത് കർത്താവിൻ്റെ പ്രവൃത്തി പൂർണ്ണമായിട്ടും നമ്മളതിനൊരു തടസ്സമായിരിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ലോകത്തിനുള്ളവരല്ല, നമ്മൾ കർത്താവിനുള്ളവരാണ്. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.